Dear students, welcome to social science class. We are discussing the chapter Sun, the ultimate source. And till the last class, we were discussing about temperature in the atmosphere. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെയും ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടൻസ്, അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ച്, ജലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ ഒരു കാര്യം അതിലേക്ക് സൂചിപ്പിച്ചിരുന്നു. അതായത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെമ്പറേച്ചർ ഇൻ ബ്രിങ്ങിങ് വാട്ടർ കണ്ടൻറ്റ് ടു ദ അറ്റ്മോസ്ഫിയർ, അല്ലേ? അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ കണ്ടൻറ്റ് എത്തുന്നതിൽ ടെമ്പറേച്ചറിന് എന്താണ് റോള് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണത്. ഇവാപ്പറേഷൻ, അല്ലേ? വാട്ടർ ബോഡീസിൽ നിന്ന് ജലം നീരാവിയായി മുകളിലേക്ക് വരണമെങ്കിൽ ടെമ്പറേച്ചർ അഥവാ അന്തരീക്ഷത്തിലെ ചൂട് അനിവാര്യമാണ്. അപ്പോൾ ടെമ്പറേച്ചറിന് അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ കണ്ടൻറ്റിനെ എത്തിക്കുന്നതിൽ വളരെ വലിയൊരു റോളുണ്ടെന്ന് മനസ്സിലാക്കാം. സോ എനിവേ, വാട്ടർ കണ്ടൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ജലാംശത്തെ നമുക്കെങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്നാണ് നമ്മൾ അന്തരീക്ഷത്തിലെ ജലാംശത്തെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടൻസിനെ നമ്മൾ വിളിക്കുന്നത്. മലയാളത്തിൽ ആർദ്രത എന്ന് പറയും. ഹ്യൂമിഡിറ്റിയുടെ മലയാളം ആർദ്രത എന്ന് നമ്മൾ പറയും. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലാംശമാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ടെക്സ്റ്റിൽ നമുക്ക് കാണാം. വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻസിനാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഹ്യൂമിഡിറ്റി യൂണിഫോം അറ്റ് ഓൾ പ്ലേസസ്, എല്ലാ സ്ഥലത്തും ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ്, അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടൻറ്റ് ഒരുപോലെയാണോ? അല്ല, നമ്മൾ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് വേരീസ്, അല്ലേ? ഡിഫറൻസ് ആയിരിക്കും. പല സ്ഥലത്തും പല സീസണിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഹ്യൂമിഡിറ്റി ഡിഫറൻസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടെമ്പറേച്ചർ, അല്ലേ? അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ്റ്സ് എത്തിക്കുന്നതിൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. വേറെ നമുക്ക് പറയാൻ പറ്റുക ഈ നിയർനെസ് ഓഫ് വാട്ടർ ബോഡീസ്. നമുക്കറിയാം വാട്ടർ ബോഡീസിൽ നിന്നാണല്ലോ ഇവാപ്പറേഷനിലൂടെ വാട്ടർ കണ്ടൻറ്റ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഷ്യനായാലോ അല്ലെങ്കിൽ റിവർ ആയാലോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ജലസ്രോതസ്സുകളുടെ അടുത്തുള്ള സ്ഥലമാകുമ്പോൾ കൂടുതൽ വാട്ടർ കണ്ടൻസ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ടെമ്പറേച്ചറും നിയർനെസ് ഓഫ് വാട്ടർ ബോഡീസൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ സീസൺ മാറുമ്പോൾ സമ്മർ സീസണിലും വിൻ്റർ സീസണിലൊക്കെ ചേഞ്ചുകൾ ഉണ്ടാവും. എനിവേ, ഈ ഹ്യൂമിഡിറ്റിയായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ഒരു ടേമാണ് എന്ത്? ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിൽ യഥാർത്ഥത്തിൽ ആക്ച്വലി അറ്റ് പ്രസൻറ്റ് ഉള്ള വാട്ടറിൻ്റെ അളവിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ പെർ ക്യൂബിക് മീറ്റർ വോള്യൂം ഓഫ് എയർ. ഒരു ക്യൂബിക് മീറ്റർ, നമുക്കറിയാം ഒരു ക്യൂബ്, അതിൻ്റെ എല്ലാ വശങ്ങളും ഒരു മീറ്റർ, അതാണല്ലോ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂബിക് മീറ്റർ, ഇത്രയും സ്പേസ് അറ്റ്മോസ്ഫിയറിൽ ഒരു ക്യൂബിക് മീറ്റർ സ്പേസിൽ ആക്ച്വലി എത്ര ഗ്രാം വാട്ടർ കണ്ടൻസ് ഉണ്ട്? വാട്ടർ കണ്ടൻസ് ഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര ഗ്രാം വാട്ടർ കണ്ടൻസ് ഉണ്ട് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ present in the atmosphere is called absolute humidity. It is measured as the amount of water vapors present per
ക്യൂബിക് മീറ്റർ വോള്യൂം ഓഫ് എയർ. അത് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ക്യൂബിക് മീറ്റർ സ്പേസിൽ ആക്ച്വലി ഇപ്പോൾ ഉള്ള വാട്ടർ വെപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ അളവിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്പേസിൽ, ഈ ഒരു ക്യൂബിക് മീറ്റർ എയറിൽ മാക്സിമം അത്രയും സ്പേസിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വാട്ടറിന് ഒരു ലിമിറ്റുണ്ട് അല്ലേ? ഒരു ലിമിറ്റിലധികം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പേഴ്സ് ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ഹോൾഡ് അറ്റ് എ സെർട്ടൈൻ ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ടെമ്പറേച്ചറിൽ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്തിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വേപ്പേഴ്സിൻ്റെ അളവിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിലപ്പുറം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് ടേംഡ് ആസ് സാച്ചുറേഷൻ ലെവൽ. സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ സ്പേസ് നമുക്ക് ഇപ്പം ഈ ക്യൂബിക് മീറ്റർ സ്പേസ്, അപ്പോൾ ആ ഒരു ക്യൂബിക് മീറ്റർ സ്പേസ് എയറിൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് വാട്ടർ, അത് മാക്സിമം ആയി കഴിഞ്ഞാൽ, അതായത് ഫുള്ളായി അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അത്രയും വാട്ടർ സാറ്റുവേർഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അതിൽ അത്രയും ആയി. അങ്ങനെ പൂർണ്ണമായും അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വാട്ടർ എമൗണ്ട് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ്, ആ ഒരു ലെവലിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ ലെവൽ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് പൂരിതാവസ്ഥ എന്നൊക്കെ പറയും. പൂർണ്ണമായും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വാട്ടർ എത്തിക്കഴിയുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാറ്റുറേറ്റഡ് വിത്ത് വാട്ടർ അല്ലേ, മാക്സിമം ഹോൾഡ് ചെയ്യുന്ന അത്രയും വാട്ടർ നിറഞ്ഞുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു ലെവലിനെ വിളിക്കുന്ന പേരാണ് സാറ്റുറേഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ എന്താണ് സാറ്റുറേഷൻ ലെവൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ദെൻ വെൻ ദ അറ്റ്മോസ്ഫിയർ ബിക്കം സാറ്റുറേറ്റഡ് കണ്ടൻസേഷൻ ബിഗിൻസ്. അറ്റ്മോസ്ഫിയറിൽ സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടൻസേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കണ്ടൻസേഷനെ കുറിച്ചിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പേഴ്സ് കൂൾ ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ. അറ്റ്മോസ്ഫിയർ നമുക്ക് നോക്കുമ്പോൾ വാട്ടർ വേപ്പേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് നമുക്ക് കാണാൻ പറ്റാത്ത എങ്കിലും അവിടെ വാട്ടർ വേപ്പേഴ്സ് ഉണ്ട്. ഈ വാട്ടർ വേപ്പേഴ്സ് കൂൾ ഡൗൺ ആയി അത് ലിക്വിഡായിട്ട് അല്ലെങ്കിൽ ഒരു ജലത്തിൻ്റെ രൂപത്തിൽ, ദ്രാവക രൂപത്തിലേക്ക് വരുന്ന ആ ഒരു സംഭവം, അതിനാണ് നമ്മൾ ആ ഒരു പ്രോസസ്സാണ് എന്ത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ എക്സ്പെരിമെൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദ കണ്ടൻസേഷൻ പ്രോസസ്സ്. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പരീക്ഷിച്ച എക്സ്പെരിമെൻ്റ് ആയിരിക്കും അല്ലേ. ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റീൽ ഗ്ലാസ്, നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നു. ആ സ്റ്റീൽ ഗ്ലാസ്സിൽ നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. നല്ല തണുത്ത വെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസിൻ്റെ പുറത്ത്, അതിൻ്റെ ഗ്ലാസിൻ്റെ സർഫേസിലേക്ക് വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസേറ്റ് ചെയ്യുന്നത് കാണാം അല്ലേ. വാട്ടർ വേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസിൻ്റെ പ്രതലത്തിൽ, അതിൻ്റെ സർഫേസിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത് കാണാം. അതിങ്ങനെ സമയം കുറച്ചുകൂടി കഴിയുമ്പോൾ വല്ലാതെ തണുക്കുന്ന സമയം അതിൻ്റെ സൈസ് കൂടി അതിൻ്റെ താഴത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാം. അപ്പോൾ ഈ വാട്ടർ വേപ്പേഴ്സ് എവിടെ നിന്ന് വന്നു? സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള വാട്ടർ പുറത്തേക്ക് വന്നതല്ലല്ലോ, മറിച്ച് എന്താണ്, അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി ഉള്ള വാട്ടർ വേപ്പേഴ്സ് ആ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ സർഫേസിലേക്ക് കണ്ടൻസേറ്റ് ചെയ്തതാണ്, അതിലേക്ക് പറ്റിപ്പിടിച്ച് വന്നതാണ്. അപ്പോൾ അതാണ് ഈ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കണ്ടൻസേഷൻ സംഭവിച്ചത്? കാരണം സ്റ്റീൽ ഗ്ലാസിൻ്റെ സർഫേസിലുണ്ടായ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡിക്രീസ് ചെയ്തു. സ്റ്റീൽ ഗ്ലാസിൻ്റെ സർഫേസിൽ ഓൾറെഡി ഒരു ടെമ്പറേച്ചർ ഉണ്ടാകും, പക്ഷേ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നല്ല തണുത്ത കൂളായ വാട്ടർ നമ്മൾ ഒഴിച്ചപ്പോൾ ആ സ്റ്റീൽ ഗ്ലാസിൻ്റെ സർഫേസിലുള്ള ടെമ്പറേച്ചർ നേരത്തെ ഉള്ളതിനേക്കാളും ഒരുപാട് കുറഞ്ഞു.
അങ്ങനെ ടെമ്പറേച്ചർ കുറയുമ്പം അവിടത്തേക്ക് അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പേഴ്സ് കൂടുതലായിട്ട് വന്നു ചേരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സാച്ചുറേഷൻ ലെവൽ, ആ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രതലത്തിലേക്ക് വാട്ടർ കണ്ടൻസേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് ഡ്യൂ പോയിൻറ്റ്. ഡ്യൂ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിൻറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴാണ് ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ എക്സാമ്പിളിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കുക. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, വെള്ളം അവിടെ കണ്ടൻസേറ്റ് ചെയ്യില്ല, കുറച്ചൊരു ടൈം എടുക്കും. എന്താണത്? ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ സ്റ്റീൽ ഗ്ലാസിൻ്റെ പ്രതലം അത് തണുത്ത് വന്നു അല്ലേ, അതായത് ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് വന്നു ഒരു പോയിൻ്റ് ഇതിലെത്തിയപ്പോഴാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റിലെത്തുമ്പോഴാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സ്റ്റീൽ ഗ്ലാസിൻ്റെ സർഫേസിൽ വാട്ടർ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കണ്ടൻസേഷൻ തുടങ്ങാൻ ആവശ്യമായ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ടെമ്പറേച്ചർ, ഇറ്റ്സ് ജസ്റ്റ് എ പോയിൻ്റ് ഓഫ് ടെമ്പറേച്ചർ, അതിനാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് ഡ്യൂ പോയിൻറ്റ്. സോ വാട്ട് ഈസ് ഡ്യൂ പോയിൻറ്റ്? ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിൻറ്റ്. ഓക്കെ. And the next point we have to study is relative humidity. Relative humidity. നേരത്തെ നമ്മൾ absolute humidity എന്നൊരു ടേം പഠിച്ചു. Now it is relative humidity. So what is this? The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at a given temperature is called relative humidity. ഓക്കെ, വളരെ സിമ്പിളാണ്. അതായത് ഇറ്റ്സ് എ റേഷ്യോ, അതൊരു പേഴ്സൻറ്റേജ് ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്, എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ കണ്ടൻസിൻ്റെ അളവിനൊരു ലിമിറ്റുണ്ട്. മാക്സിമം ഇത്രയേ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റുണ്ട്. ഓക്കെ, എന്നാൽ ആ മാക്സിമം ലിമിറ്റ് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പല സമയത്തും അതിൽ കുറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട്ലി എത്ര ഉണ്ട് എന്നതും മാക്സിമം ആ ഒരു സ്പേസിൽ ആ ഒരു പെർട്ടിക്കുലർ എയറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ മാക്സിമം എത്ര വാട്ടർ കണ്ടൻറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ആ പറ്റുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇപ്പം നിലവിൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ്, ആ ഒരു റേഷ്യോ ആണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബക്കറ്റ്, ഇപ്പോൾ ഒരു ചെറിയൊരു ബക്കറ്റാണ്, അതിലൊരു 10 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് വിചാരിക്കാം. 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റേഴ്സാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിലൊരു 10 ലിറ്റേഴ്സ് ഉള്ളതിന് പകരം നമ്മളിപ്പോൾ ഒരു 5 ലിറ്റേഴ്സേ അതിൽ വെള്ളം ഇപ്പോൾ നിലവിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ്? 10 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ 5 ലിറ്റേഴ്സ് അതിലിപ്പോൾ ഉള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ടും 50% ആണ്. അപ്പോൾ മാക്സിമം ആ ബക്കറ്റിൽ കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇപ്പോൾ നിലവിലുള്ളത്, അബ്സല്യൂട്ട്ലി ഉള്ളത്? അത് 50% ആണ്. ആ ഒരു 50%, ആ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ആ ഒരു പെർസെൻറ്റേജ്. ഇപ്പം നമുക്ക് സ്കൂളിൽ മാർക്കൊക്കെ കിട്ടുമ്പോൾ ഒരു 50 മാർക്കിൽ നമുക്ക് 50 മാക്സിമം മാർക്കിൽ നമുക്കൊരു 40 മാർക്കാണ് കിട്ടിയതെങ്കിൽ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കാണാമല്ലോ അല്ലേ? എത്ര പെർസെൻറ്റേജാണ്? 80%. എങ്ങനെയാണ് അത് കാണുന്നത്? നമുക്ക് കിട്ടിയത് മാർക്കിന് നമ്മൾ മാക്സിമം മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ റേഷ്യോ കാണാം. അപ്പോൾ 40 മാർക്കാണ് നമ്മൾ 50ൽ കിട്ടിയതെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ പെർസെൻറ്റേജ് കിട്ടും, നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ റേഷ്യോ കിട്ടും. അതേപോലെ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ മാക്സിമം ഹോൾഡിങ് കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇപ്പം അബ്സല്യൂട്ട്ലി അവിടെ ഉള്ള വാട്ടറിൻ്റെ അളവ്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണുന്നതുമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ദ റേഷ്യോ ബിറ്റ്വീൻ
the absolute or the ratio between the amount of water vapors present in the atmosphere and the total water holding capacity of the atmosphere at a given temperature is called relative humidity എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഈ പെർസെൻറ്റേജ് കാണാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ആബ്സല്യൂട്ട്ലി ഇപ്പോൾ ഉള്ള ഹ്യൂമിഡിറ്റിയെ നമ്മൾ മാക്സിമം ഹോൾഡിങ് കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ കിട്ടും. സോ absolute humidity divided by total water holding capacity of the atmosphere into 100. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു absolute humidity divided by total water holding capacity of the atmosphere into 100. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂട്ടി നിങ്ങൾ നോക്കി, വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ ലെവൽ. സാച്ചുറേഷൻ ലെവലിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നില്ല, നമ്മളുടെ ഡിസ്കഷൻ ക്ലാസ് നടക്കുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം, കണ്ടെത്തണം. സാച്ചുറേഷൻ ലെവലിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, ദാറ്റ് ഈസ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക തെർമോമീറ്ററാണ്. അതായത് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. അതുകൂടെ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. സോ പ്രധാനമായും 3-4 പോയിൻറ്റുകൾ. ഒന്ന് നമ്മൾ പഠിച്ചത്, ഫസ്റ്റ് വൺ ഹ്യൂമിഡിറ്റി, അതിൻ്റെ ഡെഫിനിഷൻ. ദെൻ സെക്കൻഡ് വൺ വാട്ട് ഈസ് സാച്ചുറേഷൻ ലെവൽ, ദെൻ വാട്ട് ഈസ് ഡ്യൂ പോയിൻറ്റ് ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. എസ് യു നോ, atmosphere should reach the saturation level for the condensation to begin. കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തണം നമ്മൾ പഠിച്ചു. ഇങ്ങനെ കണ്ടൻസേഷൻസ് നടക്കുമ്പോൾ അത് പലപ്പോഴും ഡിഫറെൻറ്റ് ഫോംസിൽ പല തരത്തിലുള്ള കണ്ടൻസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, എൻ അഡീഷൻ ഓഫ് ദ വാട്ടർ വേപ്പേഴ്സ്. ഓൾറെഡി ആ ഒരു സ്പേസിൽ, ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പേഴ്സ് വർദ്ധിച്ചു വരണം, സാച്ചുറേഷനിലേക്ക് വരണം. അല്ലെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യണം, ഒരു കൺസിഡറബിൾ ഫാൾ ഇൻ ദ ടെമ്പറേച്ചർ, അവിടെയുള്ള ടെമ്പറേച്ചർ വല്ലാതെ ഒന്ന് ഫാൾ ആവണം. അപ്പോഴും എന്ത് ചെയ്യാം, കണ്ടൻസേഷൻ ഉണ്ടാവാം. എനിവേ വി ക്യാൻ സീ വാട്ട് ആർ ദ മേജർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. There are 4 major forms of condensation we have to study in our text, that are dew, frost, mist or fog, and cloud. First we can discuss dew. What is dew? മലയാളത്തിൽ അതിന് നമ്മൾ തുഷാരം എന്നൊക്കെ വിളിക്കും. ഡ്യൂ എന്ന് പറയുന്നത് ഈ തുഷാരം, അത് നമ്മളൊക്കെയും പലപ്പോഴും കണ്ട ഒരു ഫോം ഓഫ് കണ്ടൻസേഷൻ ആണ് അല്ലേ. പലപ്പോഴും വി ഹാവ് നോട്ടീസ്ഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്ലിങ്കിങ് ഓൺ ടു ദ ബ്ലാഡ്സ് ഓഫ് ഗ്രാസസ് ആൻഡ് ലീവ്സ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്താണ്, നമ്മൾ ചില സമയത്ത് പ്രത്യേകിച്ചും തണുപ്പ് സീസണിലൊക്കെ നമ്മൾ ഏർലി മോർണിംഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാസിൻ്റെയും അതേപോലെ തന്നെ ചെടികളുടെ ഇലയുടെയൊക്കെ അഗ്രഭാഗങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒരു ക്ലിങ്കിങ്, ചെറുതായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഡ്രോപ്ലെറ്റ്സുകൾ നമുക്ക് കാണാം. അത്തരം ജലത്തുള്ളികൾ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ജലത്തുള്ളികളെ ആണ് നമ്മൾ ഡ്യൂ, അല്ലെങ്കിൽ മലയാളത്തിൽ തുഷാരം, ഡ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ദ സർഫേസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് കൂൾഡ് ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് ഇറ്റ് കൂൾസ് ദ നിയർ അറ്റ്മോസ്ഫിയർ. ദിസ് കോസസ് ദ വാട്ടർ വേപ്പേഴ്സ് ടു കണ്ടൻസ് and the condensed droplets clinging on the cold surface. അതായത് നൈറ്റിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് തണുപ്പ് ഉണ്ടാവുമ്പോൾ ആ തണുത്ത പ്രതലങ്ങളിൽ എന്ത് ചെയ്യാണ്, വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസേറ്റ് ചെയ്ത് ഇങ്ങനെ ജലത്തുള്ളികളായി തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, how the dew disappears as the sun rises. അല്ലേ, രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴേക്ക് ഇത് ഡിസപ്പിയർ ആവും. എന്തുകൊണ്ടാണ്? യെസ്, സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
അത് ഡിസപ്പിയർ ആകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡ്യൂ അല്ലെ. വളരെ മനോഹരമായിട്ട് കാണാനുള്ള വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സീനാണ് ഈ ഡ്യൂ എന്നുള്ളത്. അതേപോലെ മറ്റൊരു ഫോം ഓഫ് കണ്ടൻസേഷനാണ് ഫ്രോസ്റ്റ് അല്ലേ. ചിത്രം കാണുന്നില്ലേ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ ഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പിന്നെ ഹാർഡായിട്ടുള്ള ഒരു കണ്ടൻസേഷനാണ്. അതായത് പല സ്ഥലങ്ങളിലും പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും വിൻ്റർ സീസണിലൊക്കെ നൈറ്റിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയൊക്കെ താഴേക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ കണ്ടൻസേഷൻ നടക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്കും താഴേക്ക് പോകുമ്പോൾ അത് ഐസ് ക്രിസ്റ്റലുകളായി പോകും. ഓക്കെ, ഇപ്പോൾ പിന്നെ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ഈ ലീഫുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതലത്തിലേക്ക് കണ്ടൻസേറ്റ് ചെയ്യുന്ന ആ ഒരു വാട്ടർ വേപ്പേഴ്സ് ചെറിയ ടൈനി ഐസ് ക്രിസ്റ്റൽസായി മാറിപ്പോവും. കാരണം 0 ഡിഗ്രിക്കും താഴെ ടെമ്പറേച്ചർ ആയതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിക്കൊണ്ട് കാണപ്പെടുന്ന ഒരു ഫോം ഓഫ് കണ്ടൻസേഷനാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫോഗ് ഓർ മിസ്റ്റ്. ഫോഗ് ഓർ മിസ്റ്റ്, ഫോഗ് നമ്മളൊക്കെ ഫെമിലിയർ ആണ് ആ വേർഡ്. ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ നമ്മൾ വയനാട്, ഊട്ടി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫോഗും മിസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ വിസിബിലിറ്റിയൊക്കെ പ്രയാസമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് സംഭവം? ഈ ഫോഗ് മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടൻസേഷൻ അറൗണ്ട് ദ മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ഈ ലോവർ അറ്റ്മോസ്ഫിയറിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളിൽ ഈ വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കതിനെ വി ക്യാൻ ഡിസ്ക്രൈബ് ആസ് ദ ക്ലൗഡ്സ് ക്ലോസ് ടു ദ എർത്ത് സർഫേസ്. ക്ലൗഡ്സ് ഉണ്ടല്ലോ, ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ കുറച്ചും കൂടി ഉയർന്ന സ്ഥലത്തായിരിക്കും, പക്ഷെങ്കിൽ വളരെ താഴ്ന്ന ഒരു ക്ലൗഡ് എന്ന് ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം വളരെ ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ കണ്ടൻസേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഫോഗ് മിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഫോഗ് മിസ്റ്റിൻ്റെ ഡിഫറൻസ്? ഫോഗ് കുറച്ചുകൂടെ സ്ട്രോങ് കൂടുതലുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഫോഗ് മിസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇഫ് ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു വിസിബിലിറ്റി 1 കിലോമീറ്ററിലും താഴെ മാത്രമേ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫോഗ്. ദെൻ ഇഫ് ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് മോർ ദാൻ 1 കിലോമീറ്റർ, 1 കിലോമീറ്ററിൽ കൂടുതലൊക്കെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് മിസ്റ്റ്. അപ്പോൾ ആ ഒരു വിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇഫ് ദ വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ ഇറ്റ് ഈസ് ഫോഗ്, ആൻഡ് ഇഫ് ദ വിസിബിലിറ്റി ഈസ് മോർ ദാൻ 1 കിലോമീറ്റർ ഇറ്റ് ഈസ് മിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ പിന്നെ ഈ ഫോഗ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ അല്ലെങ്കിൽ സീസൺസ് വളരെ സിവിയറായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വിൻ്റർ സീസണിലൊക്കെ പലപ്പോഴും എയർപോർട്ടുകളൊക്കെ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം പിന്നെ എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ വിസിബിലിറ്റി വേണം. വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ലാൻഡിങ് പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് എയർപോർട്ടുകൾ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഇത് ഫോഗിൻ്റെ വിഷയങ്ങളാണ്. ഓക്കെ, then next form of condensation is clouds. It is very common and very familiar form of condensation. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ. ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസേറ്റ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ചെറിയ പൊടിപടലങ്ങൾ അല്ല, അതിൻ്റെ ഒരു സൈസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റുകളുടെ ഒരു സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.001 സെൻറ്റിമീറ്റർ ഡിമെൻഷനാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പിന്നെ ഡ്രോപ്ലെറ്റ്സുകളാണ് ക്ലൗഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദാറ്റ്സ് വൈ ദ സസ്പെൻഡഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ തന്നെ അതിങ്ങനെ തങ്ങി നിൽക്കുന്നത്. ഓക്കെ, എനിവേ ക്ലൗഡ്സിനെ കുറിച്ച് നമുക്കറിയാം. സോ ഹിയർ വി ഹാവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൗഡ്സ് on the basis of their form and height or altitude.
അപ്പോൾ ക്ലൗഡ്സിൻ്റെ ഫോം, അതിൻ്റെ രൂപത്തിൻ്റെ ബേസിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, എത്ര ഉയരത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലൗഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഫോം ഓഫ് ക്ലൗഡിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലൗഡാണ് സിറസ് ക്ലൗഡ്സ്. ദീസ് ആർ ഫിദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻ. അല്ലേ, ഫിദർ ലൈക്ക് എന്ന് പറഞ്ഞാൽ നേർത്ത തൂവൽ കെട്ടുകളെ പോലെ ഇങ്ങനെ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന, അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ പാർട്ടിൽ കാണപ്പെടുന്ന ഒരു തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലൗഡ്സിനെയാണ് നമ്മൾ സിറസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. ദീസ് അപ്പിയർ ഇൻ തിക്ക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിലെ താഴ്ന്ന ഭാഗത്ത്, ലോവർ പാർട്സിൽ കുറച്ചുകൂടെ തിക്ക് ലെയേഴ്സ് ആയിട്ട് ഇതുപോലെ കാണപ്പെടുന്ന ക്ലൗഡ്സിനെയാണ് നമ്മൾ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ കുമുലസ് ക്ലൗഡ്സ് ആണ്. കുമുലസ് ക്ലൗഡ്സ്, these clouds resemble huge cotton bundles and are formed due to strong conventional current. അല്ലേ, എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൂവൽ കെട്ടുകൾ പോലെ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്ലൗഡാണ് കുമുലസ് ക്ലൗഡ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉണ്ട്. അത് വെർട്ടിക്കലി ഇതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. അത് കാരണം ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെ ഡ്യൂ ടു സ്ട്രോങ് കൺവെൻഷണൽ കറൻറ്റാണ്. കൺവെൻഷണൽ കറൻറ്റ് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു ക്ലൗഡ് ആണെന്നാണ്. ഇപ്പോൾ നമ്മൾ കൺവെൻഷൻ പഠിച്ചിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞിടത്തിൽ കണ്ടക്ഷൻ, കൺവെൻഷൻ ഒക്കെ പഠിച്ചില്ലേ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീറ്റ്, അതായത് ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസ് അപ്പ്, അല്ലേ, മുകളിലേക്ക് ഇങ്ങനെ റൈസ് അപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു കൺവെൻഷണൽ പ്രോസസ്സിലൂടെയാണ് ഇത്തരത്തിലുള്ള ക്ലൗഡ്സുകൾ ഫോം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് ഫോം ഓഫ് ക്ലൗഡ് ഈസ് നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അല്ലെ, സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മഴമേഘങ്ങളാണ്, അല്ലേ, ലോവർ അറ്റ്മോസ്ഫിയറിൽ ഡാർക്കായിട്ട് കാണപ്പെടുന്ന മഴമേഘങ്ങൾ. ഇപ്പം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും പുറത്ത് നല്ല മഴ മേഘങ്ങൾ, ഇങ്ങനെ ഡാർക്കായിട്ട് മഴ പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഇത്തരം ക്ലൗഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സൺലൈറ്റിനെ പാസ് ചെയ്യാൻ പലപ്പോഴും ഒബ്സ്റ്റക്കിളായിട്ട് തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ സൺലൈറ്റ് കിട്ടാതെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മൾ കാണാറുള്ള ഒരു ക്ലൗഡാണ് നിംബസ് ക്ലൗഡ്സ്, അല്ലേ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന 4 ഇത്തരം ഫോം ഓഫ് ക്ലൗഡ്സ് ഒന്നും പലപ്പോഴും ഇത് ഓരോന്നും പ്രത്യേകമായിട്ട് തന്നെ കാണണം എന്നില്ല. അതേസമയം ഇത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് അല്ലാതെ രണ്ട് ഫോം ഓഫ് ക്ലൗഡ്, അല്ലെങ്കിൽ 2-3 ഫോം ഓഫ് ക്ലൗഡ്സ് മിക്സ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും കാണപ്പെടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം കുമുലസ് ക്ലൗഡ്സും നിംബസ് ക്ലൗഡ്സൊക്കെ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ചിലപ്പോൾ കാണപ്പെടും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കുമുലോ നിംബസ്. അങ്ങനെ ഒന്നിലധികം ഫോം ഓഫ് ക്ലൗഡ്സ് ഒരുമിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് പലപ്പോഴും നമ്മൾ ക്ലൗഡ്സിനെ കാണാറുള്ളത്. അപ്പോൾ ഇതാണ് ഈ 4 എണ്ണമാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോം ഓഫ് ക്ലൗഡ്സ് ഉള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ദ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്, ഈ ക്ലൗഡ്സ് എത്രത്തോളം ഹൈറ്റിലാണ് ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലൗഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അത് ഫസ്റ്റ് ഹൈ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു 20,000 to 40,000 ഫീറ്റ് ഹൈറ്റിലുള്ള ക്ലൗഡ്സിനെ നമ്മൾ ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കും. ദെൻ മീഡിയം ക്ലൗഡ്സ് ഒരു 7,000 to 20,000 ഫീറ്റ് ഹൈറ്റിലുള്ളത് മീഡിയം ക്ലൗഡ്സ്. ലോ ക്ലൗഡ്സ് ബിലോ 7,000 ഫീറ്റ്. അടുത്തത് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ. അതൊരു വെർട്ടിക്കലായിട്ട് കൂടുതൽ പരന്ന് കിടക്കുന്ന, കൂടുതൽ ലെങ്ത്തിൽ എക്സ്റ്റൻഷനുള്ള ക്ലൗഡ്സ് എന്നാണ്. അത് ഏകദേശം ഒരു 2,000 to 30,000 ഫീറ്റിലേക്കൊക്കെ വെർട്ടിക്കൽ എക്സ്റ്റൻഷനുള്ള ക്ലൗഡ്സിനെയാണ് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ എന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലൗഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ക്ലൗഡ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ക്ലൗഡ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടൻസേഷൻ ഫോമാണ്.
ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്ലൗഡ്സ്, അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് ഫോം ചെയ്യുന്ന ക്ലൗഡ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കും, വാട്ടർ വേപ്പേഴ്സ് അല്ലെ വാട്ടർ കണ്ടൻസ് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഫോം ചെയ്ത് വലുതായി വരുന്ന ഈ ക്ലൗഡ്സിന് പിന്നീട് വാട്ട് ഹാപ്പൻസ് ദീസ് ക്ലൗഡ്സ് ഇൻ ലൈറ്റർ, ലെറ്റ് us see what happens these clouds or droplets in these clouds. അപ്പോൾ അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ക്ലൗഡ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിലെ വാട്ടർ കണ്ടൻസ് പിന്നീട് എന്ത് സംഭവിക്കുന്നു, അതാണ് അടുത്ത ഭാഗത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പ്രസിപ്പിറ്റേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനാണ് അടുത്ത ഭാഗത്ത് നമുക്കുള്ളത്. എനിവേ, ഫോം ഓഫ് കണ്ടൻസേഷൻ പ്രധാനമായും 4 നമ്മൾ പഠിച്ചു: ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ക്ലാസ്സിൽ തരുന്നതാണ്. ഓക്കെ.